എപ്പോ വന്നു? എപ്പോ വന്നാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ കണ്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? ഇനി അവിടെ തന്നെ ഇട്ട് തോണേ. കാര്യം ചങ്ങലിട്ട് പൂട്ടും ഞാൻ. അല്ലെങ്കിൽ മൊത്തം ചങ്ങലിട്ട് പൂട്ടടി. അയ്യോ, അത്രയും ചങ്ങല പിടിക്കാനുള്ള കാശില്ല. പിന്നെ കയ്യിൽ കണ്ട് പൂട്ടാ. അവിടെ പോയി ഇരുന്നോ, പൂട്ടിക്കോളാം. മായാവി. ഇരിപ്പുണ്ട് അച്ഛൻ, അവിടെ ഇരിപ്പുണ്ട് അച്ഛൻ. വന്നാ വർത്താനം പറയണത് അവിടെ പോയിരുന്ന് വർത്താനം പറ. ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാലേ വർത്താനം ആവോളാം. ശരി ചെല്ലി. എവിടെ? അവിടെ ഇരിപ്പുണ്ട്. എന്റെ കണ്ണും തെറ്റി. എവിടമ്മ? അച്ഛൻ ഉണ്ടോ അവിടെ? അയ്യോ, ഇവിടെ അച്ഛനൊന്നുമില്ല. ഇപ്പൊ ഞാൻ വർത്താനം പറഞ്ഞേണ്. അമ്മക്ക് തോന്നിയതായിരിക്കും അമ്മ. ഇല്ലെന്ന് ഞാൻ ഇപ്പൊ സംസാരിച്ചല്ലേ നിങ്ങൾ അച്ഛനോട്. പിന്നെ എന്നാ പിന്നെ മുങ്ങിക്കാണും. എന്റെ പൊന്നോ, ചുട്ട കോഴിയെ പറപ്പിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. നീ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നടന്നോ? എന്താ? അല്ല, ഞാൻ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛനെ നാവികസേന, ഇന്ത്യൻ നാവികസേനയിൽ ഏൽപ്പിക്കണം. കാരണം ഇതുപോലത്തെ ഒരു മുങ്ങിക്കപ്പലിനെ ലോകത്ത് കിട്ടത്തില്ല. എവിടെയാ മുങ്ങ എവിടെയാ പൊങ്ങ നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ഇതാ ബിന്ദുവൊന്നും കൊടുക്കണ്ട, കുറച്ച് കട്ടൻ ചായ കൊടുത്താൽ മതി. എത്ര പേടി ഓടിക്കോളൂല്ലോ. അച്ഛനൊരു മാന്ത്രികനാണ്, മഹാമാന്ത്രികൻ. എവിടെ മുങ്ങും എവിടെ പൊങ്ങുന്നു പറയാൻ പറ്റും. ഓഹോ, അപ്പൊ മനഃപൂർവ്വം എനിക്കിട്ട് പണി തരണേണല്ലേ? കൊഴപ്പില്ല, പൂട്ടിക്കോളാം. പൂട്ടേണ്ട സമയം. ഇനി പുറത്തിറങ്ങി നോക്ക്. കാണിച്ചാലേ ഒന്നുമില്ല. അയ്യോ, ഒന്നുമില്ല. എടുത്ത് അതുകൂടെ കഴിച്ചോ. പാറുക്കുട്ടി, അബൂക്ക് റൗണ്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയാ? വന്നു മോനെ. അച്ഛോ, അബൂക്ക് വന്നേ. അബൂക്ക, ഞങ്ങൾ അബൂക്കനെ ബൂക്കാന്ന് വിളിക്കട്ടെ പെട്നേമായിട്ട്. ഓക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു. കച്ചവടം കഴിഞ്ഞാ? ഓ, കച്ചവടം കഴിഞ്ഞു, ഉഷാറായി. അതെ, എല്ലാം കഴിഞ്ഞു. പിന്നെ ആഹാരം എടുത്ത് നോക്കി. നമുക്ക് ഒന്നല്ലേ കഴിച്ചിട്ട് പോവാം. ഓ, വേണ്ട വേണ്ട, വാ, രണ്ടു കൂടി പച്ച കഴിച്ചിട്ട് പോവാം. വാ. വേണ്ട പോലെ, ഓള് നമുക്ക് വേണ്ടി ചോറ് റെഡിയാക്കി വെച്ചത്. അത് കഴിച്ചില്ലെങ്കിൽ ഓള് നമ്മുടെ പണി കഴിക്കും. അപ്പൊ അബൂക്കയും അച്ഛനും കൂടെ തന്നെയല്ലേ? എങ്ങനെയാ? പരിപേടിയല്ലേ? ചോറ് കഴിക്കാം. കഴിച്ചിട്ട് പോവാം. വാ, നമുക്ക് കുറച്ച് നാട്ടുവർത്തനൊക്കെ പറയാം. വാ. ഇക്ക് വീട്ടിൽ പോട്ടെ, ഭാര്യ ചോറോളം വെച്ചേക്കാണ്. ഓ, അത് പോവാ, പെട്ടെന്ന് വിടാം. വാ, ഒരു കാര്യം സംസാരിക്കാം. പുള്ള വിളിച്ചതല്ലേ, ഇച്ചിരി നേരം നമ്മൾ ഇരുന്നിട്ടും. അതെ, മര്യാദക്ക് പണി എടുക്കുന്ന ആൾക്കാരെ വീട്ടിൽ മടി പിടിച്ചിരുത്താനേ. അച്ഛൻ കഴിഞ്ഞാൽ വേറെ ആൾക്കാരേ ഉള്ളൂ അല്ലേ? അല്ല, ഇരുത്താൻ അച്ഛൻ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരേ ഉള്ളൂ. വെരി ഗുഡ്. പറയട്ടെ. അവിടെ ഇരുന്നപ്പോ നിറഞ്ഞല്ലേ? കുറച്ച് കുറയ്ക്കണം കേട്ടോ. വയറ് എവിടെ കുറേ. ഈ സ്കൂട്ടറിന് സൈക്കിളായിരുന്നെങ്കിൽ വയറ് കുറഞ്ഞു. സൈക്കിളിനൊക്കെ ഇപ്പൊ പോകാൻ വലിയ പാടാണെന്ന്. എത്ര കിലോമീറ്റർ വണ്ടി ഓടിക്കണം. വയറ് കുറയ്ക്കണം കേട്ടോ. ഇപ്പൊ ഇല്ല, കുറക്കാം നമുക്ക്. മക്കളെ, അച്ഛന് വെള്ളം എടുത്തോണ്ടോ? അമ്മ എടുത്ത് പറ. അച്ഛന് ഈ അപ്പൂന് വെള്ളം എടുത്തോണ്ടോ? പോ, ചെല്ലി. ഒരു 3 രൂപ. കാര്യങ്ങൾ പറ. നിങ്ങളല്ലേ നമ്മളെ വിളിച്ച് ഇവിടെ ഇരുത്തിയത്. നിങ്ങൾ പറയാന്ന്. ഇവിടെ അച്ഛൻ അച്ഛൻ പുറത്തിരിപ്പില്ലല്ലോ. അബൂക്കായിട്ട് വർത്താനം പറഞ്ഞ് കഴിഞ്ഞാന്ന് നോക്കി. ഓക്കെ. അമ്മ, അമ്മ എന്തിനാ ഇപ്പൊ സവാള അരിയണത്? കറിയൊക്കെ വെച്ച് കഴിഞ്ഞില്ലേ? കുറച്ച് ഉള്ളിവട ഉണ്ടാക്കി തരാം. ആണാ? അടിപൊളി. കണ്ണീർന്ന്. അമ്മ, ഓ അമ്മ, അച്ഛനെയും കാണാനില്ല, അബൂക്കയും കാണാനില്ല, വണ്ടിയും കാണാനില്ല. അവിടെ ആരും ഇല്ലെന്ന്. പിന്നെ മുങ്ങിയാ? എന്റെ അമ്മ ഇതൊരു 1.5 മുങ്ങിലാണ് കേട്ടാ. അബൂക്കാനൊപ്പൊ പോയിട്ടുണ്ടാവോ? ഓഹോ, നോക്കിക്കോ. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കുട്ടമ്മയുടെ മോളല്ല. ഉള്ളിവട പിന്നെ ഉണ്ടാക്കാം. ആ പുള്ളിയോടെ ഇല്ലേ? ഇല്ല. എന്നാലും ഒന്നും ആലോചിച്ചിട്ട് മൂട് പോയി. ഉണ്ട്. എവിടെ ശിവ?
വേണ്ട നമ്മളെ കുരുട്ടവിടെ ചെറുത് കുരുട് പാറു ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കുടീനെ കൊണ്ടാ ഏ കുടീനെ കൊണ്ടാ മുടിയൻ അവിടെ ഉണ്ട്. അല്ല എന്നെ നോക്കിക്കോണേ. അല്ല എന്നെ നോക്കാൻ വേണ്ടി അമ്മ വിട്ടേക്കല്ലേ കേട്ടാ. ഓക്കെ പിന്നെ മേശക്കസേര വിടണം. ഞാൻ കണ്ടില്ലല്ലോ. അവിടെ ഇല്ലേ? ഞാനും കണ്ടില്ല അച്ഛാ. ഇവിടെ ഒന്നുമില്ല. മേശക്കസേര ഞാൻ കണ്ടില്ലല്ലോ. മുടിയൻ മുടിയാ ഇവിടെ ഇരിക്കാൻ കിടന്നോടാ. എന്റെ മേശക്കസേര വിടറി. എന്റെ മേശക്കസേര വിടറി. ആ അത് രണ്ടു ഞാൻ അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. എവിടെ പോണ്? ആ എനിക്കറിയില്ല അവിടെ. കുട്ടമ്പളെ കാണാൻ പോയത്. അയ്യോ നെയ്യാറ്റിങ്ങനെ പോണം. ഞാൻ ആ പിന്നെ ഇവിടെ എന്റെ മേശക്കസേര വിടറി. ആ എനിക്കെങ്ങനെ അറിയാം? തള്ളേ മക്കളും കേൾക്കാൻ വേണ്ടി ഞാൻ പറയണ്. എന്റെ തൊഴിൽ തൊട്ട് കളിച്ച ഞാൻ തൂങ്ങിച്ചാവും. എന്നിട്ട് നിന്റെയൊക്കെ പേരിൽ ഞാൻ എഴുതി വയ്ക്കും. എന്റെ ആത്മഹത്യ കാരണം നീ കിടന്ന് പറയും. വരേക്ക് മേശക്കസേര വിടറി. മേശക്കസേര വിടറി. ഓ എവിടെ ഡേയ് അവള് ഊവേന്ന് വിളിച്ചടാ. എടാ അവള് ഊവേന്ന് വിളിച്ചപ്പോ നീയൊക്കെ ചിരിക്കണടാ. മുടിയാ നീ ഒരു കാര്യം ആലോചിച്ചോ. അവള് 10 മാസം വയറ്റി ചോന്നെങ്കിലും ഈ നെഞ്ചിൽ ഞാൻ കേട്ട് മടുത്തതാണ്. വേണ്ട ക്യാഷു നെഞ്ചില് കേട്ടതാണ്. ശിവ കേട്ടതാ അച്ഛാ. പാറൂട്ടി ശരി എല്ലാം ആര് ഇവിടെ കൊണ്ടിട്ടത്? ആര് പറയണേ പറയേ ആര് കൊണ്ടിട്ടത്? തൊട്ട് വരെ തന്നെ പോ പോ. നല്ലത്. നീ എന്റെ മാച്ച് സ്കൂൾ ഇവിടെ കൊണ്ടിട്ടായിരുന്നു. ഇവിടെ വാ ഇവിടെ വാ. അവിടെ ഇരി. ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി. ആരെങ്കിലും വിളിച്ചാലും എനിക്ക് കാണാലോ ആരാ വിളിക്കണേന്ന്. എടി ഇവിടെ ഭയങ്കര ചൂടാണെന്ന്. എനിക്ക് ഇവിടുന്ന് ജോലി ചെയ്യാൻ പറ്റൂല. ഇത്രയും കാലം ഈ ചൂട് അനുഭവിച്ചാണ് ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തത്. എന്നാ പിന്നെ ഇവിടെ AC ഫിറ്റ് ചെയ്. നിങ്ങൾ ആരാ കുമ്പിടിയാണോ? അല്ല നിങ്ങൾ ഇവിടെ കാണാളും പിന്നെ അവിടെ കാണാം. അവിടെ നിൽക്കുന്ന ആൾ പിന്നെ ഇവിടെ വന്നിരിക്കണ കാണാം. നിങ്ങളുടെ കുമ്പിടി കളി ഞാനൊന്ന് അവസാനിപ്പിച്ച് തരാം കേട്ടാ. കൊറേ കാലായി കുമ്പിടി കളി. കുടുംബി കുടുംബിയല്ല കുമ്പിടി നീ കണ്ടുപിടിക്കണോടി. ഞാൻ ഇവിടെ പോണെന്ന്. ഞാൻ ഇവിടെ പോയത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ തോന്നലാണ് ഞാൻ ഇവിടെ പോയത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അയ്യടാ അവിടെ ഇരുന്നാള് നോക്കിയപ്പോ അവിടെ കാണില്ല. ഇവിടെ നിന്ന് വരണ്. എനിക്ക് ഇവിടെ നിന്ന് പണിയാൻ പറ്റും. എനിക്ക് നല്ലൊരു ആംബിയൻസ് വേണം. എനിക്ക് ചുറ്റും ആക്രി ഉണ്ടാകും. എന്നാലേ എനിക്ക് പണിയാൻ പറ്റുള്ളൂ. പുറകെ മതിയോ? ഈ ആക്രി പോരാ. എനിക്ക് ഒരു കാര്യം ചെയ്ത് അച്ഛൻ കുട്ടപ്പിള പഠിച്ചു കൊണ്ടുവരുന്നത്. എന്റെ പിള്ളേരെ പറഞ്ഞാൽ നിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ അവിടെ പോയിരുന്ന് പണി ചെയ്തോട്ടാ. ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി. ഇവിടെ നിന്ന് അനങ്ങി നോക്ക്. അപ്പൊ കാണാം. അച്ഛോ അപ്പൊ ഇനി എല്ലാരും അച്ഛനെ ഇനി മുതല് അടുക്കള ബാലിൽ വിളിക്കുമല്ലേ? കളിയാക്കണം. സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് എത്ര നാൾ നീ എന്നെ ഇവിടെ ഇരുത്തി പണിയിപ്പിക്കും എനിക്ക് നോക്കണം. മിണ്ടാതിരുന്ന് അവിടെ നിന്ന് ജോലി ചെയ്തോണം. പറഞ്ഞില്ല